അതേപോലെ തന്നെ 10 ദിവസങ്ങളെ തന്നെയുമാണ് സത്യം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ സത്യം ചെയ്ത് പറയുമ്പോൾ എന്താണ് 10 ദിവസങ്ങൾ എന്നുള്ളതിന് ധാരാളമായി വിശദീകരണങ്ങൾ കൊടുത്ത തഫ്സീറുകളിലൊക്കെ പറയപ്പെട്ടിട്ടുള്ളത് ആ 10 ദിവസങ്ങൾ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഈ 10 ദിവസത്തിന് ഇത്രമാത്രം പ്രത്യേകത ഉണ്ടോ എന്നുള്ളതാണ്, ഉണ്ട് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇന്ന് എല്ലാ പള്ളികളിലും ചർച്ച ചെയ്യപ്പെടുന്നത്, എല്ലാ ക്ലാസ്സുകളിലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇസ്ലാം ചില സീസണുകൾ മനുഷ്യർക്ക് നൽകുന്നുണ്ട്, ചില ഓഫറുകൾ, ചില പ്രത്യേക സ്ഥലങ്ങൾ, ചില പ്രത്യേക സമയങ്ങൾ, അതിനൊക്കെ ഇസ്ലാം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ സ്ഥലവും ഒരേപോലെയല്ല. പള്ളികൾ, അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ, മസ്ജിദുകൾ മറ്റ് സ്ഥലങ്ങളേക്കാൾ പ്രത്യേകത ഉണ്ട്. പള്ളികളിൽ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള 3 പള്ളികളുണ്ട്. ആ 3 പള്ളികളിൽ തന്നെ ഏറ്റവും ടോപ്പായി ഒരു റക്കായത്ത് നമസ്കാരത്തിന് 1,00,000 വരെ കിട്ടുന്ന പള്ളിയുണ്ട്, മസ്ജിദ് തന്നെയാണ്. എല്ലാ സമയവും ഒരേപോലെയല്ല, ചില സമയത്തിന് പ്രത്യേകതകളുണ്ട്, ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. എല്ലാ ദിവസവും ഒരേപോലെയല്ല, വെള്ളിയാഴ്ച ദിവസം ഒരേപോലെയല്ല, അതിന് ശ്രേഷ്ഠതകളുണ്ട്. അല്ല, അങ്ങനെയും ധരിക്കരുത്, ചൊവ്വ മോശമാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ചില ദിവസത്തിന് പ്രത്യേകതകളുണ്ട് എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ചില മാസങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസത്തിന് പ്രത്യേകത ഉണ്ട്. അതേപോലെ തന്നെ ചില ദിവസങ്ങൾ പ്രത്യേകതയുള്ള കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കിയൊരു ദിവസമാവുന്നു ദുൽഹിജ്ജ മാസം ആദ്യത്തെ 10 ദിവസം. അതാണ് വൽ ഫജ്ർ വലയാലിൻ അശ്ർ, 10 രാത്രികൾ 10 ദിവസം എന്ന് പറഞ്ഞത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ധാരാളമായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകതകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ ഈ 10 ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ ഈ 10 ദിവസത്തിൽ ഒന്ന് ഹജ്ജുണ്ട് എന്നുള്ളതാണ്. ഈ 10 ദിവസത്തിലാണ് ഇസ്ലാമിലെ ഇസ്ലാം കാര്യത്തിലെ 5-ാമത്തെ കാര്യമായ ഹജ്ജ് ഈ ദിവസത്തിലാണ്. തീർന്നില്ല. ഈ മാസത്തിൽ നമസ്കാരമുണ്ട്, ഈ ദിവസത്തിൽ നോമ്പുണ്ട്, ഈ ദിവസത്തിൽ ബലിയുണ്ട്. ഇങ്ങനെ എല്ലാ കർമ്മങ്ങളും ഒത്തുചേർന്ന 10 ദിവസമാണ്. മാത്രമല്ല, ചില ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് കാണാൻ കഴിയും, റമളാനിലെ അവസാനത്തെ 10ൻ്റെ പകലിനേക്കാൾ ശ്രേഷ്ഠത ഉണ്ട് ഈ ദിവസത്തിനെന്നാണ്. റമളാനിലെ അവസാനത്തെ 10 നമുക്കറിയാലോ, അവസാനത്തെ 10ൻ്റെ പകലിനേക്കാൾ, രാത്രിയല്ല, രാത്രി ലൈലത്തുൽ ഖദറുള്ളതെന്ന് അത് തന്നെയാണ് ടോപ്പിൽ. അവസാനത്തെ റമളാനിലെ അവസാനത്തെ 10ൻ്റെ പകലിലെ ശ്രേഷ്ഠതയേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത ഈ ദിവസങ്ങൾക്കുണ്ട് എന്നാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി അതിലെന്തൊക്കെ ഉണ്ട്, എത്ര പ്രത്യേകതകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ധാരാളമായി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഈ ദിവസത്തിൽ. അതിനാണ് പറഞ്ഞത്, ഈ ദിവസത്തിൽ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടാക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ്. ഇതൊരു മൗസിമാണെന്നാണ് ഖുതുബയിൽ പറഞ്ഞത്. മൗസിം എന്ന് പറഞ്ഞാൽ സീസണാണ്. ഓഫർ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഓടിപ്പോകുന്ന കാലമാണല്ലോ സൂപ്പർ മാർക്കറ്റുകളിലേക്ക്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഓഫർ ഉണ്ട് പറഞ്ഞാൽ നമ്മൾ എത്ര ദൂരെയാണെങ്കിലും അങ്ങോട്ട് പോകും. അതേപോലെ ഇത് ഓഫർ നമ്മളെ തേടി ഇങ്ങോട്ട് വന്നിക്കുകയാണ്. 10 ദിവസം നമ്മളെ അടുത്ത് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതിൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സദാ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, ദിക്റുകൾ, ദുആകൾ, നോമ്പ് അനുഷ്ഠിക്കേണ്ടവർക്ക് നോമ്പ് അനുഷ്ഠിക്കാം. കൃത്യമായി മുഹറം 9, 10, അറഫ പോലെ ഒരു നോമ്പ് ആദ്യം മുതൽ അവസാനം വരെ സുന്നത്താക്കിയിട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇതിൽ സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്ന നിയ്യത്തോടു കൂടി ഒരാൾക്ക് നോമ്പ് അനുഷ്ഠിക്കാം. അതേപോലെ തന്നെ ഈ ദിവസത്തിലാകുന്നു ഹജ്ജ് എന്നുള്ളത്. നമുക്കറിയാലോ ഹജ്ജിനെക്കുറിച്ച്, ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ അറിയാം. ഏറ്റവും ഹജ്ജിൻ്റെ മഹത്തരമായ ഒരു കർമ്മമാകുന്നു അറഫ. അൽ ഹജ്ജു അറഫ. ഹജ്ജ് പറഞ്ഞാൽ അറഫയാണ്. ഇത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഹജ്ജില്ലല്ലോ.
ആ അറഫയെ സംബന്ധിച്ച് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മലായിക്കുകളെ സാക്ഷി, അള്ളാഹു റസൂൽ പറയണം, മലക്കുകളെ സാക്ഷി തരും. ഇന്നി ഉശ്ഹിദുക്കും, അത് പറയാണ്, പരാവാരം പോലെ കിടക്കുന്ന ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നതാണ്. ഇന്നി ഉശ്ഹിദുക്കും, ഞാൻ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി പറയണം, നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി ഇതാ പ്രഖ്യാപിക്കുന്നു. എന്ത്? അന്നീ ഗഫർതു ലക്കും, ഞാൻ ഇവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. പുറത്തു കൊടുക്കും എന്നല്ല, പുറത്തു കൊടുത്തിരിക്കുന്നു. അത്രമാത്രം പ്രത്യേകതകളുള്ള ഒരു ദിവസം ഉൾക്കൊള്ളുന്ന 10 ദിവസം. അറഫക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. നമസ്കാരം പോലും മാറ്റിവെച്ച്, ളുഹർ നമസ്കാരം പോലും മാറ്റിവെച്ച് ദുആ പ്രാർത്ഥനയിൽ നിരതമാകുന്ന സന്ദർഭമാണ് അറഫ. അപ്പോൾ അതുകൊണ്ട് അറഫ എന്നുള്ള ആ ഒരു മഹത്തായ ദിവസം, ധാരാളം പ്രത്യേകതകളുള്ള ഒരു ദിവസം ഉൾക്കൊള്ളുന്ന 10 ദിവസം. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത വളരെ ശ്രേഷ്ഠമുള്ളതാണ്. അതുകൊണ്ട് ഈ ദിവസത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. എല്ലാ ഖുത്ബകളിലും ഇന്ന് പറഞ്ഞത് അത് തന്നെയാകുന്നു. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഇനി ഒരു 10 ദിവസം, ആ 10 ദിവസത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. സാധാരണ ഒരു ദിവസം പോലെ ഇനിയിപ്പോൾ പെരുന്നാളിന് എത്ര ദിവസമുണ്ട്, പെരുന്നാളിന് ഇപ്പോൾ എവിടേക്കാണ് പോകേണ്ടത്, പെരുന്നാളിന് എന്ത് ഡ്രസ്സ് എടുക്കണം, പെരുന്നാളിന് എന്ത് ഭക്ഷണം ഉണ്ടാക്കണം, ഇതൊന്നും വേണ്ട എന്നുള്ള അർത്ഥമല്ല. പക്ഷെ ആ ഒരു ചിന്തയുമായി മാത്രം പോകാതെ നമുക്ക് ഈ ദിവസത്തിൽ ഈ സീസണിൽ നമുക്ക് എന്തുണ്ടാക്കാൻ കഴിയും പരലോകത്തേക്ക് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടായി തീരണം. അതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ഖുത്ബയിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് ഈ ഹജ്ജിൻ്റെ ഈ സമയത്ത് ആ ഹജ്ജിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ ഇവിടെയാണെങ്കിലും നമ്മുടെ മനസ്സിൽ വരണം. ഈ ഹജ്ജിൻ്റെ അറഫയും മിനായും മുസ്ദലിഫയും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ ഇവിടെയാണെങ്കിലും നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ അവിടെയാണെങ്കിലും നമുക്ക് മാനസികമായി നമ്മുടെ മനസ്സ് അവിടെ ആയിരിക്കണം. പ്രത്യേകിച്ച് അറഫയിലൊക്കെ നമ്മുടെ സഹോദരങ്ങൾ ആ പൊരിവെയിലത്ത് ഒരു വിശാലമായ ഒരു മൈതാനത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നിൽക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ് എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം സന്ദർഭത്തിൽ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം പുണ്യകർമ്മങ്ങൾ, കുടുംബബന്ധം ചേർക്കൽ, അതേപോലെ തന്നെ സദക്കകൾ, ദാനധർമ്മങ്ങൾ, അതേപോലെ തന്നെ ദിക്റുകൾ, ദുആകൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, കഴിയുന്ന ആളുകൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ഈ ദിവസത്തെ, ഈ 10 ദിവസത്തെ സമ്പുഷ്ടമാക്കണം എന്നാണ് നമ്മോട് ഇന്നത്തെ ഖുത്ബയിൽ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ദിവസമായിരിക്കട്ടെ ഇനിയുള്ള 10 ദിവസങ്ങൾ എന്ന് പ്രത്യേകം നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി പുണ്യം ചെയ്യുവാനും, അതേപോലെ തന്നെ എന്തെങ്കിലും പരലോകത്തേക്ക് എന്തെങ്കിലും കുറച്ച് മുതൽക്കൂട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഈ ഒരു 10 ദിവസത്തിൽ നിന്ന് നമ്മൾ മുതൽക്കൂട്ടാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റിവെക്കാനുള്ള ഒരു തൗഫീക്ക് നൽകാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയുമായിക്കൊണ്ട് ഇത് ഈ അവസാനത്തെ, അല്ലെങ്കിൽ ഈ ദുൽഹജ്ജ് മാസം 10ൻ്റെ പ്രത്യേകതകൾ എന്നൊരു വിഷയം വെച്ചുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം നമ്മുടെ സെൻറ്ററിൽ വെച്ചുകൊണ്ട് ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട് റോവിയിലുള്ള. അതുകൊണ്ട് എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നു. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ധാരാളം കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടെ പറയാത്ത പല വിഷയങ്ങളും നമുക്ക് അവിടെ കേൾക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ആ ക്ലാസ്സിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അള്ളാഹു നമുക്ക് നിറവേറ്റി തരുമാറാകട്ടെ. ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രയാസം അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് ഗസയിലും ഫലസ്തീനിലുമൊക്കെ ആയിരങ്ങൾ, ഒരുപാട് സ്ത്രീകൾ, കുട്ടികളൊക്കെ പീഡിപ്പിക്കപ്പെടുകയും അതേപോലെ തന്നെ അവരൊക്കെ കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നത് പുറം ലോകം അറിയുക പോലും ചെയ്യാത്ത രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു അവർക്ക് ആശ്വാസവും സമാധാനവും നൽകട്ടെ. അവരെ നശിപ്പിക്കുന്നവരെ അള്ളാഹു നശിപ്പിക്കട്ടെ. അവരുടെ ശത്രുക്കളെയും നമ്മളുടെ ശത്രുക്കളെയും ഇസ്ലാമിൻ്റെ ശത്രുക്കളെയുമായ ആ കിരാതന്മാർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ നൽകിക്കൊണ്ട് ഒരു പാഠം പഠിപ്പിക്കാനുള്ള തൗഫീക്ക് അവർക്ക് മുസ്ലിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസന
വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്ലാസ്സിന് ശേഷം ഒരു ചെറിയൊരു ഫംഗ്ഷൻ